ശശിയേട്ടാ ചായ കുടിച്ചോ? നീ കുടിച്ചോ? എനിക്ക് വേണ്ട. അതിന്റെ നിങ്ങക്ക് വേണ്ടാത്ത? ചായ കുടി മാത്രമേ നടക്കുന്നുള്ളൂ. അതെന്തോ അങ്ങനെ ഒരു വർത്തമാനം? നിന്റെ പിള്ളേർ സ്കൂളിൽ പോയോടി? അയ്യോ, മൂത്തനെ വിടാൻ ഞാൻ കുറെ പാടുപെട്ടു. എന്താ പറ്റി? അഡ്മിഷന്റെ ഡേറ്റ് കിട്ടി, പൈസ ഇല്ലാതായിപ്പോയി ചേട്ടാ. അതെങ്ങനാ? നിന്റെ കെട്ടിയവന് ആ ഷാപ്പിലല്ലേ 24 മണിക്കൂറും. അവനിങ്ങനെ വെള്ളം അടിച്ചിട്ട് നടന്നാൽ എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്? എൻ്റെ അങ്ങേർക്ക് ഈ ഷാപ്പിൽ കിടക്കാനേ നേരേ ഉള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ജനിച്ചു പോയില്ലേ, പിള്ളേരും രണ്ടായില്ലേ ചേട്ടാ. എങ്ങനെങ്കിലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. പിള്ളേരെ ഓർത്തുകൊണ്ട് മാത്രമാണ്, സത്യം പറയാലോ. അല്ലാതെ ഒരു ഗുണവും ഇല്ല അതിനെ കൊണ്ട്. ചേട്ടന് ചായ വേണ്ടേ? ഇന്ന ഞാൻ കുടിച്ച പാത്രത്തിലൊക്കെ കുടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുടിച്ചേക്കാം. ഇതൊക്കെ പറഞ്ഞാല് ചേട്ടന്റെ ഭാര്യയെ എന്ത് ചെയ്യാനാ? പോയത് പോയി. ഇനിയൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ആരേലും വരണ്ടേ? അത് നിങ്ങളെ പോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യനെ എന്നാ ഇതൂടെ കുടിക്കും. ആർക്കാ വേണ്ടാത്ത? എൻ്റെ കൂട്ട് എത്രയും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടോ? എനിക്കാണെ കിട്ടിയത് ഒരു 8.5 കൊട്ടയിലൊരു സാധനവും. നിങ്ങൾക്കാണെങ്കിൽ അതിനപ്പുറം. അല്ലേലും പണ്ടുള്ളവർ പറയും നല്ലവന്മാർക്ക് നല്ലത് വിധിച്ചിട്ടില്ല, നല്ല പെണ്ണുങ്ങൾക്ക് നല്ലവന്മാരെ വിധിച്ചിട്ടില്ല. അത് തന്നെ. അതെന്താ ഇനിയൊരു കല്യാണമൊക്കെ നോക്കരുത്? കല്യാണം നോക്കുന്നു, അല്ലാതെ എന്തേലുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും റെഡി ആകുന്നില്ല. നല്ല പിള്ളേരൊക്കെ കിട്ടത്തില്ലയോ? അല്ലെ പിന്നെ ഏതെങ്കിലും മട്ടത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ? കാര്യങ്ങളൊക്കെ നടക്കണം. ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുക. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? വിശേഷം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ബാക്കി പണി ചെയ്യുന്നില്ലയോ ചേട്ടാ? പണി നടക്കണം. എല്ലാ പണിയും നടക്കണ്ടേ? എന്തൊരു ചൂടല്ലേ? ചൂടാണ്. എനിക്കാണെ അകവും പുറവും എല്ലാം ചൂടാ. ആണോ? ചൂടെടുക്കാതിരിക്കാൻ എന്തായാലും മാർഗം നോക്കുക. ചൂടല്ലേ? ഭയങ്കര ചൂടാ. നിന്റെ കെട്ടിയോട് പറഞ്ഞാൽ ഈ ചൂടൊക്കെ മാറ്റിത്തരില്ലേ? അതെങ്ങനെ? അങ്ങേർക്ക് 24 മണിക്കൂർ ഷാപ്പിൽ കിടക്കാനുള്ള നേരം. അല്ല, നീ ഷാപ്പിലോട്ട് പോയാലും മതി. അവിടെ ഒന്നും നടക്കത്തില്ല ചേട്ടാ. അങ്ങേര് വീട്ടിലോട്ട് വരണ്ടേ? എന്നാലല്ലേ എൻ്റെ ചൂടൊക്കെ മാറത്തുള്ളൂ. അവൻ തന്നെ ആകണമെന്നുണ്ടോ? ശശിയേട്ടൻ വന്നേ, നമുക്ക് പുല്ല് പറിക്കാം. പുല്ലും പറിക്കാം. എണീറ്റ് വാ. വാ ശശിയേട്ടാ, വാ പുല്ല് പറിക്കേ. ഇയാളെ കൊണ്ട് പറ്റുമെങ്കിൽ വന്ന് പറിക്കു. വാ. ഇന്ന് ഞാൻ കൊറേ പുല്ല് പറിക്കും.